ഒരു ദിവസം ഇങ്ങനെ ഭിക്ഷയൊക്കെ യാചിച്ച് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിലാണ്. അപ്പോൾ ശ്മശാനത്തിൽ അപ്പോൾ ഒരു ശവദാഹം കഴിഞ്ഞ് ആളുകളൊക്കെ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടട ആറിയിട്ടില്ല, കെട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു നന്നായില്ലോ, തീയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും അന്വേഷിച്ച് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം ശ്മശാനത്തിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഈ പട്ടടയുടെ അടുത്തായിട്ട് തന്നെ 3 കല്ലൊക്കെ വെച്ച് അടുപ്പ് കൂട്ടി പട്ടടയിൽ നിന്ന് തന്നെ കുറച്ച് കനലെടുത്ത് വെച്ച് അവിടെ നിന്ന് ചില വിറക് കൊള്ളികളൊക്കെ പെറുക്കി വെച്ച് തീ കത്തിച്ചു. പിന്നെ ചെമ്പ് പാത്രത്തിൽ അരിയുണ്ട്, കുറച്ച് വെള്ളം എടുത്തു, അരി അതിലിട്ടിട്ട് കൊണ്ടുവന്ന് ഈ അടുപ്പിന് മീതെ വെച്ചു. അപ്പോൾ അരി വേവാൻ കുറച്ച് താമസം എടുക്കുമല്ലോ, മഞ്ഞുകാലമാണ് താനും. നോക്കിയപ്പോൾ കാലിന് കുറച്ച് വേദനയുണ്ട്, ഇടത്തെ കാലിൽ മന്തുണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ആ മന്തുള്ള കാല് ഈ അടുപ്പ് കല്ലുമ്പോൾ അങ്ങോട്ട് കയറ്റി വെച്ചു. എന്നിട്ട് ഇങ്ങനെ തീയും കാഞ്ഞ് ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിരുന്നു. കുറേശ്ശെ ഉറക്കം തൂങ്ങുന്നുമുണ്ട്. അങ്ങനെ ഒരു യാമം കഴിഞ്ഞപ്പോൾ ചില അട്ടഹാസങ്ങളും ബഹളങ്ങളും ഒക്കെ കേട്ടു. നോക്കിയപ്പോൾ എന്താ, ചുടലഭദ്രകാളിയുടെ വരവാണ്. പരിവാരങ്ങളൊക്കെ ഉണ്ട്, ഭൂതഗണങ്ങളൊക്കെ ഉണ്ട് കൂടെ. അങ്ങനെ അട്ടഹസിച്ച് ചുടലഭദ്രകാളിയും ഈ ഭൂതഗണങ്ങളും പരിവാരങ്ങളും എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇത് നാറാണത്ത് ഭ്രാന്തൻ അനങ്ങാതെ അവിടെ ഇരിപ്പ് തന്നെ. ഭദ്രകാളിയും ഭൂതഗണങ്ങളും ഏകദേശം പട്ടടയുടെ അടുത്തെത്തിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന കണ്ടു. ഇങ്ങനെ പതിവില്ലല്ലോ. അപ്പോൾ വേഗം ചോദിച്ചു, ആരാണത്, വേഗം എഴുന്നേറ്റ് മാറണം എന്ന് പറഞ്ഞു ഭദ്രകാളി. വലിയ ശബ്ദത്തിൽ, ഇടിവെട്ടണ ശബ്ദമാണ്. അപ്പോൾ നാറാണത്ത് ഭ്രാന്തന് യാതൊരു കൂസലും ഇല്ല. ആരാണെന്ന് കാണുന്നില്ലേ, ഞാനൊരു മനുഷ്യനാണ്, ഞാനിപ്പോൾ ഇവിടുന്ന് പോകാനൊരു ഭാവവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭദ്രകാളിക്ക് ദേഷ്യം വന്നു. ആഹാ, അത്രയ്ക്കായോ, പോവാൻ ഭാവമില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, പേടിപ്പിക്കേ, ആയിക്കോളൂ, പേടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭദ്രകാളിക്കും പരിവാരങ്ങൾക്കും ഒന്നും കൂടെ ഒരു വാശിയായി. അവർ വേഗം തീക്കനൽ പോലുള്ള കണ്ണൊക്കെ തുറപ്പിച്ച് ചോരച്ച നാവൊക്കെ നീട്ടി കൊമ്പ് പോലെയുള്ള മൂർച്ചയുള്ള ദംഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടിച്ച് പല്ലൊക്കെ കാണിച്ച് അട്ടഹസിച്ച് ഇദ്ദേഹത്തെ പേടിപ്പിക്കാൻ തുടങ്ങി. ഭ്രാന്തന് യാതൊരു കൂസലും ഇല്ലാണ്ട് അവിടെ ഇരിക്കുക. ഇവർ പഠിച്ച പണി 18 നോക്കി പേടിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. അവർ അടങ്ങി. അപ്പോൾ ചോദിച്ചു ഭ്രാന്തൻ, എന്താ പേടിപ്പിച്ച് കഴിഞ്ഞോ, മതിയായോ, തൃപ്തിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭദ്രകാളിയും കൂട്ടരും നാണം കെട്ടു എന്ന് പറയാമല്ലോ, സ്വല്പം ലജ്ജയോടെ ഭദ്രകാളി പറഞ്ഞു, അങ്ങ് ഒരു മഹാനുഭാവൻ തന്നെ, സാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് പ്രാണൻ പോയേനെ.